നമ്പർ 1 കില്ലർ ഡിസീസ് എന്നാണ് ഹാർട്ട് അറ്റാക്കിനെ പറയുക. അത് ഇന്ന് ആക്ച്വലി ഇന്ത്യ അതിൻ്റെ ഒരു ഹെഡ് ക്വാർട്ടേഴ്സായി മാറിയിരിക്കുകയാണ്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഈ ഹാർട്ട് അറ്റാക്ക് ആക്ച്വലി ഒരു ജീവിതശൈലി രോഗങ്ങളുടെ ഒരു എൻഡ് റിസൾട്ടാണ്. ഇപ്പോൾ ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? നമുക്ക് പ്രമേഹം, പ്രഷർ, കൊളസ്ട്രോൾ, പിന്നെ അമിതഭാരം, സ്ട്രെസ്സ്, വ്യായാമമില്ല, ഇതൊക്കെയാണ് നമ്മുടെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള രോഗം. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാരണങ്ങളൊക്കെയാണ് ഈ ഹാർട്ട് അറ്റാക്കിൽ അവസാനം എത്തിച്ചേർന്നത്. ഇതിന് ഞങ്ങൾ ഹാർട്ട് അറ്റാക്കിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് എന്നാണ് പറയുക. അതിൽ മറ്റൊരു രണ്ട് റിസ്ക് ഫാക്ടേഴ്സ് ഉള്ളത്, ഒന്ന് ഞാൻ പറയാത്ത ഒന്ന് സ്മോക്കിംഗ് ആണ്, മറ്റൊന്നത് പാരമ്പര്യമാണ്. ഇപ്പോൾ പാരമ്പര്യം നമ്മുടെ അച്ഛനമ്മയ്ക്ക് അല്ലെങ്കിൽ വളരെ ക്ലോസ് റിലേറ്റീവ്സിന് ഒരുപാട് ഇങ്ങനത്തെ റിസ്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ മറ്റവർക്കും വരാനുള്ള സാധ്യതയുണ്ട്, പ്രൊവൈഡഡ് അതൊരു യങ് ഏജിൽ വരികയാണെങ്കിൽ. ഇപ്പോൾ പ്രായമായ അച്ഛന് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചത് കൊണ്ട് മക്കൾക്ക് അതിൻ്റെ റിസ്ക് ഇല്ല. പക്ഷേ അച്ഛനൊരു യങ് ഏജിൽ ഹാർട്ട് അറ്റാക്ക് മരിച്ചതാണെങ്കിൽ മക്കൾക്ക് തീർച്ചയായിട്ടും റിസ്ക് ഉണ്ട്. അതൊരു റിസ്ക് ഫാക്ടേഴ്സ് മാത്രമാണ്. മറ്റു റിസ്ക് ഫാക്ടേഴ്സ്, ഒന്ന് ഷുഗറാണ്, രണ്ടാമത് പ്രഷറാണ്, മൂന്നാമത് കൊളസ്ട്രോളാണ്, നാലാമത് സ്മോക്കിംഗ് ആണ്, അഞ്ചാമത് അമിതഭാരമാണ്, ആറാമത് സ്ട്രെസ്സാണ്, ഏഴാമത് വ്യായാമമില്ലായ്മ. ഇതൊക്കെയാണ് അതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ്. ഇതൊന്നും ഇല്ലെങ്കിൽ യൂഷ്വലി ഹാർട്ട് അറ്റാക്ക് വരുന്നത് വളരെ വളരെ കുറവ്.